ജിജി മേരിയോ ദമ്പതികൾക്ക് എന്തുപറ്റി? സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചോദിക്കുന്നുണ്ട്. കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. അമ്മാതിരി മോട്ടിവേഷൻ നാട്ടുകാർക്ക് കൊടുത്തിട്ട് സ്വന്തം കാര്യം വന്നപ്പോൾ എല്ലാം മറന്നുപോയില്ലേ? സത്യം പറയാമല്ലോ, നിങ്ങളുടെ വാക്കുകൾ ധാരാളം പേർക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ സന്തോഷവും സ്നേഹവും സമാധാനവും കൊണ്ടുവന്നിട്ടുമുണ്ടാകും. പലർക്കും നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതിയ ദാമ്പത്യം തന്നെ തിരിച്ചു കിട്ടിയിട്ടുണ്ടാകാം. അത്രയേറെ നിങ്ങൾ അവരുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഒരു മോട്ടിവേഷൻ സ്പീക്കർക്കുണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യാൻ മറന്നുപോയി. ഓതൻറ്റിസിറ്റി, സത്യസന്ധത. നമ്മൾ ഫേക്ക് ആണെന്ന് തോന്നിയാൽ അതോടെ നമ്മളിലുണ്ടായിരുന്ന വിശ്വാസം തകർന്നു പോയില്ലേ? പങ്കാളിയുടെ മുടി നരച്ചോന്ന് നോക്കാനും വസ്ത്രം ചുളുങ്ങിയോ എന്ന് നോക്കാനും കാണുമ്പോൾ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനുമൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ നിത്യവും വഴക്കും അടിയും പിടിയുമൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് തന്നെയല്ലേ ജിജിയും മാരിയോയും പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുത്തത്. മാരിയോ പറഞ്ഞതുപോലെ 50,000 രൂപ ബാങ്കിലിട്ടിട്ട് 1,00,000 തിരികെ വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? നരച്ച മുടിയുടെ എണ്ണത്തിലോ കാണുമ്പോഴുള്ള കെട്ടിപ്പിടിയിലോ ഉമ്മ വയ്ക്കലിലോ ഒന്നുമല്ല യഥാർത്ഥ സ്നേഹമെന്ന് ഇപ്പോൾ പൊതുസമൂഹം മനസ്സിലാക്കി വരുന്നുണ്ട്. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ, ഒരു സംഘർഷമുണ്ടാകുമ്പോൾ നിങ്ങൾ അവിടെ നിന്നും കുറച്ച് സമയം മാറി നിൽക്കുക, മറ്റൊരിടത്ത് പോയി സമാധാനമായി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ ജിജിക്ക് എന്തുകൊണ്ടാണത് ചെയ്യാൻ പറ്റാതെ പോയത്? ആങ്കർ മാനേജ്മെൻറ്റ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു. നമ്മുടെ സ്വകാര്യതകളിൽ സന്തോഷവും സങ്കടവും ചില്ലറ വഴക്കുകളുമൊക്കെ ഉണ്ടായേക്കാം. ഇതൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്താൽ എന്താകും അവസ്ഥ? ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതവും ഏറും എന്നതിൻ്റെ ഉദാഹരണമാണിത്. എങ്കിലും പറയാതെ വയ്യ. ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ്, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനോ വലിയ പ്രയാസവും.